ഹായ് മക്കളെ. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിസിക്സും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസും ഒക്കെ മക്കൾ നല്ല രീതിയിൽ എക്സാം അപ്പിയർ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാലും ചില മക്കൾ എല്ലാവരും വലിയ ബുദ്ധിമുട്ട് പറയുന്നതായിട്ട്, ഫിസിക്സിൽ ബുദ്ധിമുട്ട് പറയുന്നതായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്സിന്റെ അകത്ത് നിന്ന് ന്യൂമറിക്കൽസ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പോയിട്ട് ഞങ്ങൾക്ക് അത് നല്ല രീതിയിൽ അവിടെ കാണാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ള പല രീതിയിലുള്ള കമന്റുകൾ നിങ്ങൾ കാണുന്നുണ്ടായിരുന്നു. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, പ്രീവിയസ് ഇയർ മാത്രം വർക്ക്ഔട്ട് ചെയ്ത് പോകുന്ന ഒരു ട്രെൻഡിന് അപ്പുറത്തേക്കായിട്ട് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു രീതി നിങ്ങൾ ഉറപ്പായിട്ടും കൊണ്ടുവരണം. ഇനി വരുന്ന എക്സാമിന് ആ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫിസിക്സിൽ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഫിസിക്സിന്റെ ഒരു കേസ് പറയുകയാണ്, നമ്മൾ ഏകന്റെ ക്ലാസ്സുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ എൻസിആർടിന്റെ ക്വസ്റ്റൻസ് തന്നെയായിരുന്നു, അല്ലെങ്കിൽ എൻസിആർടി ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ക്വസ്റ്റൻസ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് കമന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അടുത്ത്. ഓക്കെ, അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യാന്ന് വെച്ചാൽ എൻസിആർടി ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. ഉറപ്പായിട്ടും ഏകൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്.